Good afternoon. Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടം വരെയായിരുന്നു പറഞ്ഞിരുന്നേ? കഴിഞ്ഞ ക്ലാസ്സില് എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ് അല്ലെ? അവിടെ വരെയായിരുന്നു നമ്മള് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതെല്ലാവരും വായിച്ചോ? അവിടെ വരെ വായിച്ചോ? മെയിൻ ഗോള് എന്താ? മെയിൻ ഗോള് ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഗോൾ എന്താ? എന്താ മെയിൻ ഗോള്? കസ്റ്റമർ ചിരിയോട് കൂടി മടങ്ങി പോകണം. ഓക്കെ, അപ്പൊ നമുക്കിനി നെക്സ്റ്റ് എന്ത് ചെയ്യാം? കണ്ടിന്യൂ ചെയ്ത് പറയാം. സ്മൈൽ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് ലിവ് വിത്ത് എ സ്മൈൽ. ഓക്കെ, വെരി ഗുഡ്. പേഷ്യന്റ് ലിവ് വിത്ത് എ സ്മൈൽ. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് റെസ്പോൺസിബിലിറ്റീസ് ആണ് കേട്ടോ. കുറച്ച് കൂടുതലായിട്ടുണ്ട്. ചിലപ്പോ ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. ഉറക്കം വരുന്ന ഒരു സമയമാണ്. ഇതും കൂടി ആവുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് എന്താണ്, ചിലപ്പോ മതിയായിന്ന് വരും. പക്ഷെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചാപ്റ്റർ നമ്പർ 8 ആണ് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് ആൻഡ് വർക്ക് ഫ്ലോ. ചാപ്റ്റർ നമ്പർ 8. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരെ പോവാം. നിങ്ങൾക്ക് വായിച്ചാലും മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. അതുകൂടാതെ ചില കാര്യങ്ങളിൽ എന്തെങ്കിലും മനസ്സിലാവാഴിക ഉണ്ടെങ്കിൽ ഞാൻ പറയുമ്പോ തന്നെ എന്ത് ചെയ്യാം? ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യാം? നിങ്ങളുടെ പ്രിന്റ് ഔട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? അതിന്റെ സൈഡിലായിട്ട് ഒന്ന് അതിന്റെ മീനിങ് ഒന്ന് മലയാളത്തിൽ എഴുതി പോവാ കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഓക്കെ, ഫ്രണ്ട് ഓഫീസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന, മൈക്കൊന്ന് ഓഫ് ചെയ്യുവാണേ. ഫ്രണ്ട് ഓഫീസിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആണെന്ത്? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോൾ അതായത് റിസപ്ഷൻ ഏരിയയിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ പല പല ഡെസ്കുകൾ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഏരിയകൾ കാണാനായിട്ട് സാധിക്കും. അതിലൊന്നാണ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണ്? അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. ഇപ്പൊ ഫോണിൽ വിളിക്കുന്ന പേഷ്യൻസ് ആയാലും അല്ലെങ്കിൽ നേരിട്ട് വരുന്ന പേഷ്യൻസിനോടായാലും എന്ത് ചെയ്യാം? പോസിറ്റീവ് അപ്രോച്ചോട് കൂടി എന്ത് ചെയ്യുക? അവരെ സമീപിക്കുക, അവരെ വെൽക്കം ചെയ്യുക. ഓക്കെ, ഇതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. എന്തിലും നമ്മൾ ആദ്യമായിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രീറ്റ് ദ പേഷ്യൻസ് ആണ്. ഓക്കെ, അവരെ വെൽക്കം ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക അല്ലെ? അപ്പോ ഗ്രീറ്റ് ദ കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. Second one, respond instantly to their queries.
അവര് ചോദിക്കുന്ന കാര്യങ്ങൾക്ക്, അന്വേഷണങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് കൊടുക്കുക, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, പ്രതികരിക്കുക. ഡിലേ പാടുള്ളതല്ല. പേഷ്യന്റ് ഒരു കാര്യം എമർജൻസി ആയിട്ടൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാല് വൈകിപ്പിക്കാൻ പാടുള്ളതല്ല, പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടി കൊടുക്കുക. മൂന്നാമത്തത്, നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പറുകൾ അറിയുക. എത്ര ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്ന് എന്ത് ചെയ്യാം, അറിഞ്ഞ് വെക്കുക. ഡിപ്പാർട്ട്മെന്റ്സ് എത്ര ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചാൽ മാത്രമാണ് പേഷ്യന്റ് എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. Then have a list of doctors and employees along with their numbers. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡോക്ടർ, അതായത് ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ പേര്, അതുപോലെ തന്നെ അവരുടെ നമ്പർ, ഫോൺ നമ്പർ, ദെൻ അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകളുടെ പേരുകള്, അവരുടെ നമ്പറൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞ് വെച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പുതുതായിട്ട് ജോലിക്ക് ചെല്ലുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 2-3 ദിവസം നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്നത് ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കൊണ്ടുതരും. അതിനകത്ത് ഡോക്ടർമാരുടെ നമ്പർ ഉണ്ടാകും, ദെൻ അവരുടെ നെയിം ഉണ്ടാകും, ഡിപ്പാർട്ട്മെന്റിന്റെ നെയിം ഉണ്ടാകും, പിന്നെ മറ്റ് സ്റ്റാഫുകൾ, സൂപ്പർവൈസർമാര്, മാനേജർമാര്, അവരുടെയൊക്കെ നമ്പേഴ്സും ഫോൺ നമ്പേഴ്സും കൊണ്ടുതരും. ഒരു 5-6 പ്രിന്റ് ഔട്ടുകളായി പേപ്പറുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. അത് വായിച്ചു പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. Then, 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഷുഡ് നെവർ ബി ഹോട്ടി വൈൽ റിസീവിംഗ് എ കോൾ. ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അഹങ്കാരത്തോടു കൂടി എന്ത് ചെയ്യരുത്, സംസാരിക്കാനായിട്ട് പാടുള്ളതല്ല. അഹങ്കാരപൂർവ്വം സംസാരിക്കരുത്. ഓക്കെ. ലാസ്റ്റ് പോയിന്റ്, ഒപ്റ്റിമൈസസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, provider time and treatment room utilization by scheduling appointments in person or by telephone. രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ, അവർക്കുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് എന്നിവ ഇൻഡിവിജ്വൽ ആയോ ടെലിഫോണിലൂടെയോ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ക്രമീകരിക്കുന്നു. ഓക്കെ. എന്താ അവിടെ പറയുന്നേ? അതായത് ഒരു രോഗി എന്തെങ്കിലും സഹായങ്ങൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ വന്ന് ചോദിച്ചു കഴിഞ്ഞാല് രോഗിക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും, അതായത് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യത്തക്ക രീതിയിൽ അവരെന്ത് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അവർക്കുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ ജോബായിട്ട് വരുന്നത്, അവരുടെ റോൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആയോ? ഓക്കെ. നാലാമത്തെ പോയിന്റ്, 1, 2, 3, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 6 പോയിന്റ് ഉണ്ടല്ലോ മൊത്തം. അതിനകത്ത് നാലാമത്തെ പോയിന്റ്, ഡോക്ടേഴ്സിന്റെ നമ്പർ, അവരുടെ നെയിം, ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഒരു ഡോക്ടർമാർ ഉള്ളത്, അവരുടെ ഫോൺ നമ്പറുകള്, ദെൻ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ, മാനേജർമാരുടെ, സൂപ്പർവൈസർമാരുടെ, മറ്റ് സ്റ്റാഫുകളുടെ ഒക്കെ പേരുകള്, അവരുടെ ഫോൺ നമ്പറുകളൊക്കെ അറിഞ്ഞിരിക്കുക. ദെൻ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോൾ, ഒരു പേഷ്യന്റ് വിളിക്കുകയാണെങ്കിൽ അയാൾ സംസാരിക്കുമ്പോൾ അയാളോട് നമ്മള് റെസ്പെക്റ്റോട് കൂടി സംസാരിക്കണം. അഹങ്കാരം പാടില്ല. ഹോട്ടി എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക എന്നുള്ളതാണ്. അഹങ്കാരത്തോടു കൂടി സംസാരിക്കാനായിട്ട് പാടില്ല. ദെൻ രോഗികളുടെ സംതൃപ്തി, അതായത് രോഗികൾക്ക് സാറ്റിസ്ഫാക്ഷൻ വരത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് മെഡിക്കൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം, നമ്മള് അവരുടെ അപ്പോയിന്റ്മെന്റുകൾ എന്ത് ചെയ്യണം, ക്രമീകരിക്കണം. അതാണ് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്തതിലോട്ട് പോകാം. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. എന്താണ് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ ഡ്യൂട്ടി നോക്കാം. അപ്പൊ ഇതൊരു വേറൊരു ഡെസ്ക് ആണ് കേട്ടോ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതായിരുന്നു ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ആണ്, അത് സെപ്പറേറ്റ് ആണ്. ദെൻ ഹെൽത്ത് ചെക്ക് ഡെസ്ക് എന്താണ്, അതും സെപ്പറേറ്റ് ആണ്. ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയുള്ള വിഭാഗമാണെന്ത്, ഹെൽത്ത് ചെക്ക് ഡെസ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഹെൽത്ത് ചെക്കപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഹെൽത്ത് ചെക്കപ്പുകൾക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള സഹായവും സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. കസ്റ്റമറിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്, സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ബാങ്ക് ഇൻക്വയറീസ്.
എന്തെങ്കിലും അന്വേഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, അന്വേഷണങ്ങളുമായിട്ട് രോഗി വന്നു കഴിഞ്ഞാല്, അതായത് ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ച് രോഗി വരികയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കുകയും അത് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗമാണ് അല്ലെ. ഇപ്പൊ രോഗിക്ക് ഇപ്പൊ MRI എടുക്കണമെങ്കിലോ എക്സ്റേ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് ചെക്കപ്പ് എടുക്കണമെങ്കിലോ അതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ്സ് എവിടെയാണ് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടത്? ഈ ഒരു ഡെസ്കിൽ ചെന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മള് നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, കോർഡിനേറ്റ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിക്കുക. ഒരു രോഗിക്ക് MRI എഴുതി കൊടുത്തിരിക്കുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ പൾമണോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരിക്കാം. എവിടെ നിന്നും ആകട്ടെ, അവിടുത്തെ എന്ത് ചെയ്യണം, അവിടുത്തെ സർവീസ് ഈ ഒരു ഹെൽത്ത് ചെക്ക് ഡെസ്കിന് ആവശ്യമായിട്ട് വരും. ഇപ്പൊ രോഗിക്ക് ഇപ്പൊ ഒരു ഡോക്ടർ, അതായത് ഇപ്പോ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഡോക്ടറാണ് MRI സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ഈ ഒരു ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഹെൽത്ത് ചെക്ക് ഡെസ്കിലെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് നേരിട്ട് എന്ത് ചെയ്യും, ആ ഒരു ഡിപ്പാർട്ട്മെന്റില്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട് ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു. ദെൻ ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഞാനിപ്പോ MRIയുടെ കാര്യം പറഞ്ഞല്ലോ. ഒരു പേഷ്യന്റിന് MRI എടുത്തു കഴിഞ്ഞാല് ആ MRIയുടെ റിപ്പോർട്ട് ഹെൽത്ത് ചെക്ക് ഡെസ്കിൽ നിന്നാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ ഈ രോഗിക്ക് ഈ ഒരു MRI സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? 5 പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. The next one is report dispatch desk കേട്ടോ. റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്, ഇതൊരു വേറൊരു ഡെസ്ക് ആണ്. ഓക്കെ, ഇപ്പൊ പല ഡെസ്കുകൾ ഉണ്ട്. 3 ഡെസ്കുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കാൻ മാത്രം, അത്രയധികം ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ മാത്രം കേട്ടോ. അപ്പൊ ആ ഒരു ഇതോടുകൂടി എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഇതിനെ നോക്കിക്കണ്ടാൽ മതി. ഓക്കെ, ഇപ്പൊ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ ഡ്യൂട്ടി, അവരുടെ റോൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന്, അതായത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ കളക്ട് ചെയ്ത് വെക്കുന്നു. ഇപ്പൊ രോഗിയുടേതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാവും അല്ലെ, ലാബ് ടെസ്റ്റിന്റെ റിസൾട്ട് ഉണ്ടാകും, അതുപോലെ തന്നെ എന്താ പറയാ എക്സ്റേയുടെ റിപ്പോർട്ട് ഉണ്ടാവും, MRIയുടെ റിപ്പോർട്ട് ഉണ്ടാവും, പിന്നെ പല റിപ്പോർട്ടുകൾ ഉണ്ടാവും. ആ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു ഡ്യൂട്ടി ആർക്കാണ്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിനാണ്. രണ്ടാമത്തെ പോയിന്റ്, പ്രൊവൈഡ്സ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. രോഗിക്ക് എപ്പോഴാണ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ലഭ്യമാകുന്നതെന്ന സമയം ഇൻഫോർമേഷൻ, അതായത് സമയത്തെ കുറിച്ചുള്ള അറിവ് കൊടുക്കുന്നു. ഇപ്പൊ രാവിലെയാണ് രോഗി MRI എടുക്കാനായിട്ട് വരുന്നതെങ്കിൽ രോഗിക്ക് 4 മണിയാകുമ്പോൾ 4 മണി ആ സമയത്ത് വൈകുന്നേരമായിരിക്കും രോഗിക്ക് ചിലപ്പോ റിപ്പോർട്ട് ലഭിക്കുക. അപ്പൊ 4 മണി എന്ന് പറയുന്ന ആ ഒരു സമയത്തെ കുറിച്ച്, അതായത് 4 മണിക്ക് കൃത്യം നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു എന്നുള്ളൊരു ആ സമയത്തെ കുറിച്ചുള്ളൊരു ഇൻഫോർമേഷൻ കൊടുക്കുന്നത് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ് കേട്ടോ. The last one, maintaining record of the reports received and handover. ലഭിച്ച റിപ്പോർട്ടുകളുടെ റെക്കോർഡ് സൂക്ഷിക്കുകയും അത് രോഗിക്ക് കൈമാറുകയും ചെയ്യുന്നു. ചില ഹോസ്പിറ്റലുകളില് ചില റിപ്പോർട്ടുകൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിലാണ് സൂക്ഷിക്കുന്നത്. എന്നാൽ വേറെ ചില ഹോസ്പിറ്റലുകളില് രോഗിയുടെ കയ്യിലാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് കൊടുത്തയക്കുന്നത് അല്ലെ. MRI എടുത്തു കഴിഞ്ഞാല് രോഗിയുടെ കയ്യിൽ അവര് വീട്ടിലേക്ക് കൊടുത്തു വിടുന്നത്. അപ്പോ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ലഭിച്ച റിപ്പോർട്ടുകളുടെ പകർപ്പ് അല്ലെങ്കിൽ റെക്കോർഡ് സൂക്ഷിച്ചു വെക്കുകയും അത് രോഗിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്കിന്റെ ഇതായിട്ട് വരുന്നത്, ഡ്യൂട്ടീസ് ആയിട്ട് വരുന്നത്. Okay, first one is storage of reports received from various departments. Second one, provides reports on the time to the client. And third one, maintaining record of the reports received and handover. Clear or no?
3 ഡെസ്കുകളും ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ജസ്റ്റ് അതൊന്ന് വായിച്ചു പോവുക. Then next one is timing. Timing എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് എന്ന് തന്നെ എടുത്ത് പറയുന്നതാണ് കേട്ടോ. അപ്പൊ ടൈമിംഗ് നമുക്കൊന്ന് നോക്കാം. The front office provides patient care round the clock 24-hour service. The staff works in the 3 shift. ഒരു ഫ്രണ്ട് ഓഫീസ് പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് 24 മണിക്കൂറുമാണ്. ഓക്കെ, അതായത് ഒരു ദിവസം മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവിടെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് 3 ഷിഫ്റ്റുകളിലായിരിക്കും. ഓക്കെ, അപ്പൊ 3 ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞു, 24 മണിക്കൂറുണ്ട്. അപ്പൊ ഒരു സ്റ്റാഫിന്റെ ഡ്യൂട്ടി ടൈം എത്രയായിരിക്കും? എത്ര അവേഴ്സ് ആണ് അവർ ജോലി എടുക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ എത്ര അവേഴ്സ് ജോലി എടുക്കുക? 8 അല്ലേ? 8 അവേഴ്സ് ആണ് ഒരു സ്റ്റാഫ്, ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ജോലി എടുക്കുക അല്ലെ? ഓക്കെ, രാവിലെ 7 മണിക്കാണ് ഒരു സ്റ്റാഫ് ഡ്യൂട്ടിക്ക് കയറുന്നതെങ്കിൽ എത്ര മണിക്കാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അവിടെ തീരുക? കമന്റ് ചെയ്തേ, എത്ര മണിക്കാണ് ഡ്യൂട്ടി തീരുക? 3 മണിക്ക്. 3 മണി കേട്ടോ. 7 മണി തുടങ്ങി 3 മണി വരെ ഒരു ഷിഫ്റ്റും, 7 മണിക്കാണെങ്കിൽ, ഓക്കെ, 8 മണിയാണെങ്കിൽ 4 മണിയാവും. ഓക്കെ, ഡിപ്പെൻസ് ഓൺ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെ ആശ്രയിച്ചിരിക്കും ഒരു ഷിഫ്റ്റും കാര്യങ്ങളും ഒക്കെ. 7 മണിക്കാണെങ്കിൽ 3 മണിക്ക് ഷിഫ്റ്റ് തീരുന്നു. ദെൻ 3 മണിക്ക് ആരംഭിക്കുന്ന ഷിഫ്റ്റ് ആണെങ്കിൽ വൈകുന്നേരം 11 മണിയോടുകൂടി, അതായത് രാത്രി 11 മണിയോട് ഷിഫ്റ്റ് അവസാനിക്കുന്നു. ദെൻ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഷിഫ്റ്റ് ആണെങ്കിൽ രാവിലെ 7 മണിയോടുകൂടി, പിറ്റേ ദിവസം രാവിലെ 7 മണിയോടുകൂടി ഷിഫ്റ്റ് അവസാനിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഫ്രണ്ട് ഓഫീസിലെ ഷിഫ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 മണിക്കൂറാണ് ഒരു സ്റ്റാഫിന് വർക്ക് വരുന്നത് കേട്ടോ. ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫിന്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 8 അവേഴ്സ് ആണ്. അറിഞ്ഞിരിക്കട്ടെ, 8 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത്. അതും 3 ഷിഫ്റ്റുകൾ, പല ഷിഫ്റ്റുകളിലായിരിക്കാം എന്ത് ചെയ്യുക, ജോലി ചെയ്യേണ്ടി വരിക. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു, അതായത് രാവിലെ 7 മണിക്കൊക്കെ കയറി കഴിഞ്ഞാല് 3 മണിക്ക് തീരും. ഇനി ചില ഹോസ്പിറ്റലാണെങ്കിൽ 9 മണിക്ക് കയറുന്നവരുണ്ട് രാവിലെ, ചില സ്ഥലത്താണെങ്കിൽ 11 മണിക്ക് കയറുന്നവരുണ്ട്. ഇത് നൈറ്റ് ആണെങ്കിൽ വീണ്ടും വൈകുന്നേരം 7 മണിയോട് കൂടി കയറുന്നു. ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ചിട്ട് ഷിഫ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം എന്താണെന്ന്. A hospital front office executive is a person who works in the hospital front office and manage various tasks. ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അദ്ദേഹം ഫ്രണ്ട് ഓഫീസിലെ എല്ലാ ടാസ്കുകളും കൈകാര്യം ചെയ്യുന്നു. അവിടെയുള്ള പല ജോലികളും ആര് ചെയ്യുന്നുണ്ട്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ചെയ്യുന്നുണ്ട്. ഓക്കെ, he or she is responsible for basic clerical tasks such as answering phones, greeting patients and visitors, and scheduling appointments in a professional and timely manner. Most medical receptionists work in a physician office, dentist office, hospital or another medical facility. ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ സ്ത്രീ ആവാം, അല്ലെങ്കിൽ പുരുഷനാവാം. ഓക്കെ, ഇവര് ബേസിക് ആയിട്ടുള്ള ക്ലറിക്കൽ ടാസ്കുകൾ ചെയ്യുന്നുണ്ട്. ആ ക്ലറിക്കൽ ടാസ്കുകൾ എന്ന് പറയുന്നത് ഫോൺ കോൾസിന് ആൻസർ ചെയ്യുക, അതുപോലെ തന്നെ പേഷ്യൻസിനെയും വിസിറ്റേഴ്സിനെയും ഗ്രീറ്റ് ചെയ്യുക, അപ്പോയിന്റ്മെന്റ്സുകൾ ഷെഡ്യൂൾ ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ മെയിൻ ആയിട്ടുള്ള ജോലി, ബേസിക് ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. ഇനി പല മെഡിക്കൽ റിസപ്ഷനിസ്റ്റുകളും ഒന്നുകിൽ ഫിസിഷ്യന്റെ ഓഫീസിലോ അല്ലെങ്കിൽ ഡെന്റിസ്റ്റിന്റെ ഓഫീസിലോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ ഏതെങ്കിലും ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിലോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫിസിഷ്യന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഡെന്റിസ്റ്റിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. then ഏതെങ്കിലും ഒരു മെഡിക്കൽ ഫെസിലിറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, then in smaller offices, medical receptionist will be responsible for both administrative and clinical duties. In largest office, they may only be responsible for administrative or clerical duties.
The position is referred to as a medical office assistant, medical assistant, receptionist or healthcare administrative profession. അതായത് ചില ചെറിയ ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർക്ക് രണ്ട് തരത്തിലുള്ള ജോലികൾ കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്. ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് ക്ലിനിക്കൽ ജോലികൾ കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്കൊന്ന് പറയാനായിട്ട് സാധിക്കാം. അപ്പൊ നിങ്ങളുടെ അടുത്ത് തൊട്ടടുത്തുള്ള ക്ലിനിക്കുകൾ ഉണ്ടാവില്ലേ, അതായത് ചെറിയ ചെറിയ പ്രൈവറ്റ് ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാല് ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് ഒരു ചേച്ചി നിൽപ്പുണ്ടാവും. ഓക്കെ, ആ ചേച്ചി തന്നെയായിരിക്കും എന്ത് ചെയ്യുക, അവിടുത്തെ സ്റ്റാഫാണ്, റിസപ്ഷനിസ്റ്റ് ആണെന്നാണ് പറയുക കേട്ടോ. അവര് തന്നെയാണ് എന്ത് ചെയ്യുക, ചീട്ട് എടുത്ത് തരികയോ ഫയൽ എടുത്ത് തരികയോ ചെയ്യുക. ദെൻ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫയൽ എടുത്ത രോഗിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് അവർ സഹായിക്കുന്നുണ്ട്. അതായത് റൂമിലേക്ക് ആനയിക്കുന്നു. ദെൻ ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷം ആ രോഗിക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇടാനോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് എടുക്കാനൊക്കെ ആരെ തന്നെയാണ് നിയമിച്ചിട്ടുള്ളത്? ഈ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന, അതായത് ചീട്ടെടുത്ത് തന്നിട്ടുള്ള ആ ഒരു വ്യക്തിയെ തന്നെയാണ് ഇതിനൊക്കെയും നിയമിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നേ, ഈ ഒരു ഡ്യൂട്ടി, അതായത് രണ്ട് തരത്തിലുള്ള ഡ്യൂട്ടീസും ആര് ചെയ്യുന്നുണ്ട്? സ്മോളർ ഹോസ്പിറ്റലുകളിൽ ഒരു വ്യക്തി തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് എന്ന് പറഞ്ഞാല് ഫയൽ എടുത്തു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ക്ലിനിക്കൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാല് ഇഞ്ചക്ഷന്റെ കാര്യങ്ങള്, ബ്ലഡ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ, അതുപോലെ ഡ്രിപ്പ് ഇടുവാണെങ്കിൽ അതിന്റെ ഇതൊക്കെ ചെയ്യുന്നത്, കാനുവല കുത്തുന്നതൊക്കെ ആര് തന്നെ ആയിരിക്കും? ഇവര് തന്നെ ആയിരിക്കും. ഓക്കെ, സ്മോളർ ഓഫീസിൽ കേട്ടോ. ഇനി വലിയ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ അത് നടക്കില്ല അല്ലെ. വലിയ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ മാത്രം, അതായത് ഫയൽ എടുക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ, അതായത് ഫയലിന്റെ കാര്യങ്ങൾ, ചീറ്റിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, രോഗികളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് റിസപ്ഷനിസ്റ്റ് ചെയ്യുക. ഓക്കെ, ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് അവിടെ നഴ്സുമാരുണ്ട് അല്ലെ, അല്ലെങ്കിൽ ലാബിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ ഉണ്ട്. അവരൊക്കെയാണ് എന്ത് ചെയ്യുക? ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ചെയ്യുക. ക്ലിയർ ആണോ? രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലേ? അപ്പൊ നിങ്ങളുടെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ക്ലിനിക്കൽ ഡ്യൂട്ടീസും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, ധാരാളം പേര് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന സ്റ്റാഫിനെ എന്ത് പറയാം? അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിനെ നമുക്ക് എന്ത് പറയാം? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയാം, അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയാം, റിസപ്ഷനിസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ, അങ്ങനെയും എന്ത് വിളിക്കാം? ഇവരെ വിളിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അതിന്റെ താഴെയായിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. The position is referred to as a medical office assistant, medical assistant, receptionist, health care administrative profession. നിങ്ങൾക്ക് സൗണ്ട് പ്രോബ്ലം ഉണ്ടോ? ധാരാളം പേര് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. കേൾക്കുന്നില്ലേ? ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ക്ലിയർ ആയിട്ട്? ഒന്ന് നോക്കിക്കേ നിങ്ങള്. ഉണ്ട്?
ഓക്കെ, കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നത് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ, 4 പേരുകളിലാണ് ഒരു ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് അറിയപ്പെടുക, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റിനെ അറിയപ്പെടുന്നത് കേട്ടോ. ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആണോ? then നമുക്ക് നേരെ എന്ത് ചെയ്യാം, മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിലേക്ക് വരാം. ആദ്യം തന്നെ പറയണ്ടേ, ഇത് നമ്മൾ പറയുമ്പോൾ അതായത് റിപ്പീറ്റഡ് ആയിട്ട് കുറെ അധികം സെന്റൻസുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി അതിനകത്ത് എന്താണ് പറയുന്നതെന്ന്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അതാണ് നിങ്ങൾ അതിനകത്ത് സ്ട്രെസ് ചെയ്ത് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്? ബോറടിക്കാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, സഹിച്ച് തന്നെ ഇരിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെൽക്കം ആൻഡ് ഗ്രീറ്റ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. അപ്പോ ഒരു പേഷ്യന്റ് ഫോണിലൂടെയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ എന്താണ് ഹോസ്പിറ്റലിലെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വെൽക്കം ചെയ്യാം. ഓക്കെ, എല്ലാ രോഗികളെയും ഫോണിലൂടെയോ അല്ലെങ്കിൽ എന്താ പറയാ നേരിട്ടോ വെൽക്കം ചെയ്യുക, അവരെ ഗ്രീറ്റ് ചെയ്യുക. അതാണ് ആദ്യത്തേത് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ്, the receptionist, even if you can verbally greet the patient, getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. ഒരു റിസപ്ഷനിസ്റ്റിന് വെർബലി ഒരു രോഗിയെ ഗ്രീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഐ കോണ്ടാക്റ്റിലൂടെ അവരോട് ഇന്ററാക്ഷൻ നടത്തണം. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ സാന്നിധ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാവുള്ളൂ. അതായത് കസ്റ്റമേഴ്സിനോട് ഐ കോണ്ടാക്ട്, ഇപ്പൊ കസ്റ്റമേഴ്സിന് വെർബലി അതായത് വാക്കാൽ സംസാരിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഐ കോണ്ടാക്റ്റിലാണ് സംസാരിക്കുന്നതെങ്കിൽ കസ്റ്റമറിന് ഒരു തോന്നൽ ഉണ്ടാകും, ആ ഇയാൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നൽ എവിടെ വരും, ആ കസ്റ്റമേഴ്സിന് ഉണ്ടാകും. ഓക്കെ, 2 പോയിന്റും ക്ലിയർ ആണോ? 2 പോയിന്റ് പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ, then മൂന്നാമത്തെ പോയിന്റ്, റെസ്പോണ്ട് ടു എൻക്വയറീസ് ബൈ പേഷ്യന്റ്, പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ഇൻ എ കോർട്ടിയസ് മാനർ. പേഷ്യന്റിനോടായാലും വിസിറ്റേഴ്സിനോടായാലും മാന്യമായ രീതിയിൽ പ്രതികരിക്കണം. ഓക്കെ, പേഷ്യന്റിനോടായാലും വിസിറ്റേഴ്സിനോടായാലും. നിമിത ഒന്ന് ലീവ് ചെയ്തിട്ടൊന്ന് റിജോയിൻ ചെയ്യും കേട്ടോ. ചിലപ്പോ നിമിതയുടെ മാത്രം പ്രശ്നമായിരിക്കും, ബാക്കി ആർക്കെങ്കിലും സൗണ്ട് പ്രോബ്ലം ഉണ്ടോ ഇപ്പോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, അപ്പോ എന്താ പറഞ്ഞത്, പേഷ്യൻസിനോടായാലും വിസിറ്റേഴ്സിനോടായാലും മാന്യമായ രീതിയിൽ പ്രതികരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, register new patients according to established protocols. പോളിസികൾക്കനുസരിച്ച് രോഗികളെ രജിസ്റ്റർ ചെയ്യുക. ഓരോ ഹോസ്പിറ്റലുകളിലും പല പല പോളിസികളായിരിക്കും ഉണ്ടാവുക, പല പല പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക, രോഗികളെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ്സ് എക്സിസ്റ്റിംഗ് പേഷ്യന്റ് ഡെമോഗ്രാഫിക്സ് by collecting detailed patient information that includes personal and financial information. പുതിയ രോഗികളെ ബേസിക് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക. പുതിയ രോഗികൾ വന്നു കഴിഞ്ഞാൽ അവരുടെ ബേസിക് ഡീറ്റെയിൽസ് എടുത്തിട്ട് അത് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇനി നിലവിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന രോഗികളുടെ ആണെങ്കിൽ, ഇപ്പൊ നിലവിൽ അവിടെ ആശുപത്രിയില് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന രോഗികളാണെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ, എന്നിരുന്നാലും അവർക്ക് വരേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെ അഡ്രസ്സിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുക. ഇതൊക്കെ ഡ്യൂട്ടീസ് ആണ് പറയുന്നത്.
സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ സ്ഥിരമായിട്ട് ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ വീട് നിങ്ങൾ മാറി താമസിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ചേഞ്ച് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, റിസപ്ഷനിസ്റ്റിനാണെങ്കിൽ അറിയിക്കുക. റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്യും, പഴയ ആ ഒരു കോണ്ടാക്ട് എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ പുതിയ കോണ്ടാക്ട് എന്ത് ചെയ്യും, അവിടെ എൻ്റർ ചെയ്യും. ഇത് ചെയ്യും. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, അസിസ്റ്റ് പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ. അതുകൂടാതെ ഒരു പോയിന്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഈ എല്ലാത്തരം ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടാണ് പേഷ്യന്റ് വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അതിനകത്ത് പേഷ്യന്റ് ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ്, അതായത് ബേസിക് ഡീറ്റെയിൽസ്, അതുകൂടാതെ അദ്ദേഹത്തിന്റെ സാമ്പത്തികപരമായിട്ടുള്ള ഡീറ്റെയിൽസ്, അദ്ദേഹത്തിന്റെ ആനുവൽ ഇൻകം എത്രയാണെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിന്റെ നമ്പറും മറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മൾ അടുത്ത പോയിന്റിലോട്ട് വരാം. അസിസ്റ്റ് പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള ആവശ്യമായ എല്ലാ ഫോമുകളും ഡോക്യുമെന്റേഷനും പൂർത്തിയാക്കാൻ സഹായിക്കുക. ഓക്കെ. ഇപ്പൊ രോഗി പുതുതായിട്ടാണ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ വരുന്നതെങ്കിൽ ചിലപ്പോൾ ആ രോഗിക്ക് ആ ഒരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് അറിഞ്ഞില്ലെന്ന് വരാം. അപ്പൊ എന്ത് ചെയ്യണം, ആ രോഗിയെ ഫോം ഫില്ല് ചെയ്യാനായിട്ട് സഹായിക്കണം. അതായത് മെഡിക്കൽ ഇൻഷുറൻസിന്റെ രേഖകളും എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. അതിനും എന്ത് ചെയ്യണം, ആ രോഗിയെ റിസപ്ഷനിസ്റ്റ് എന്ന രീതിയിൽ സഹായിക്കേണ്ടതുണ്ട്. ഓക്കെ. Then next point, ensure patients to complete all necessary forms and documentation including medical insurance. ഇനി എല്ലാ ഫോമുകളും ഫില്ല് ചെയ്ത ശേഷം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്, റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഓക്കെ. ഉറപ്പുവരുത്തണം, അതായത് ചെക്ക് ചെയ്യണം കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ എഴുതിയിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണോ അവിടെ കൊടുത്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റേതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, എൻഷുവർ പേഷ്യൻസ് ഇൻഫോർമേഷൻ ഇസ് ആക്യുറേറ്റ് ഇൻക്ലൂഡിംഗ് ബില്ലിംഗ് ഇൻഫോർമേഷൻ. ബില്ലിംഗ് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള രോഗിയുടെ വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഹോസ്പിറ്റൽ ബില്ലിംഗ് ആവില്ലേ, അതായത് അഡ്മിറ്റ് ഒക്കെ ആണെങ്കിൽ ഫൈനൽ ഡേ എന്ത് വരും, ഹോസ്പിറ്റൽ ബില്ല് വരുമല്ലോ. അപ്പൊ ആ ബില്ലിംഗ് കാര്യങ്ങൾക്ക് എന്താണ്, ക്ലിയർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പിശകുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, ഇൻഫോം പേഷ്യൻസ് ഓഫ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസി. പിന്നെ അടുത്തൊരു ഡ്യൂട്ടിയാണ് മെഡിക്കൽ ഓഫീസ് നടപടിക്രമങ്ങളെ കുറിച്ചും പോളിസികളെ കുറിച്ചും, അതായത് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസിനെ കുറിച്ച്, ആ ഹോസ്പിറ്റലിന്റെ പോളിസി എന്താണ്, പ്രൊസീജിയർ എന്താണെന്ന് പേഷ്യൻസിന് ഇൻഫോർമേഷൻ കൊടുക്കേണ്ടതാണ് ഡ്യൂട്ടിയാ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യന്റ് റെക്കോർഡ് എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത് മാനേജ് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടി തന്നെയാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി. Another one, move patients through appointments as scheduled. ഷെഡ്യൂൾ ചെയ്ത പ്രകാരം അപ്പോയിന്റ്മെന്റിലേക്ക് രോഗികളെ മൂവ് ചെയ്യിപ്പിക്കുക. അതായത് തലേ ദിവസം മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഡോക്ടറെ കാണണമെങ്കിൽ. അപ്പൊ അങ്ങനെ കാണുന്നതിനായിട്ട് എന്ത് ചെയ്യാം, രോഗിയെ ഷെഡ്യൂൾ ചെയ്ത് രോഗിയെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിലേക്ക് ആനയിക്കേണ്ടത് ആരാണ്, ഈ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ, ഇത്രയും പോയിന്റ്സ് പറഞ്ഞത്? Next one, facilitate patient flow by notifying the provider the patient's arrival, being aware of delays and communicating with the patients and the clinical staff. രോഗിയുടെ വരവ് ഡോക്ടറെ അറിയിക്കുക, ഡിലേസ് ഉണ്ടെങ്കിൽ അറിയിക്കുക, അതുപോലെ തന്നെ രോഗികളുമായും ക്ലിനിക്കൽ സ്റ്റാഫുകളുമായും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിലൂടെ രോഗിക്ക് കൂടുതൽ സൗകര്യമൊരുക്കുക.
എന്താണ് അവിടെ പറയുന്നത്? ഇപ്പൊ അതായത് ഡോക്ടറെ കാണാനായിട്ട് രോഗികളൊക്കെ വെയിറ്റിംഗ് ആണെങ്കിൽ ഇത്ര പേഷ്യൻസ് ഉണ്ടെന്ന് ഒരു ഡോക്ടർ എന്ത് ചെയ്യണം, അറിയിക്കേണ്ടത്. അതായത് ഇത്ര പേഷ്യൻസ് വെയിറ്റിംഗ് ആണ്. കോപ്പിയൊക്കെ തീരാറാവുന്ന സമയമൊക്കെ ആണെങ്കിൽ 1 മണിയൊക്കെ ആവുന്ന സമയമാണെങ്കിൽ ഡോക്ടർ പോകാറാവുന്ന ഒരു സമയമാണ് അല്ലെ. അപ്പോ ഇത്ര രോഗികൾ വെയിറ്റിംഗ് ആണെന്ന് എന്ത് ചെയ്യണം, എന്തായാലും ഡോക്ടർക്ക് ഇൻഫോർമേഷൻ കൊടുക്കണം. കൂടാതെ ഇത്ര വൈകിയതിന്റെ കാരണം എന്താണെന്ന് കൂടെ എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ റൂമിൽ ഇരിക്കുന്ന അസിസ്റ്റന്റുമായും അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളൊക്കെ ആയിട്ട് എന്ത് വേണം, ഈ ഒരു റിസപ്ഷനിസ്റ്റിന് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എത്ര രോഗികളെ വരെയാണ് ഡോക്ടർ നോക്കി തീർന്നിട്ടുള്ളതെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാനായിട്ട് പറ്റുള്ളൂ. ഇതിലൂടെ മാത്രമാണ് രോഗിക്ക് കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ. Then answer incoming calls and deal with enquiries. Answers the phone while maintain polite, consistent phone manner using proper telephone etiquette. അതായത് ഇൻകമിംഗ് കോളുകൾക്ക്, അതായത് വരുന്ന ഫോൺ കോളുകൾക്ക് മറുപടി കൊടുക്കുക. അവരെന്ത് അന്വേഷണങ്ങളാണോ നടത്തുന്നത് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. അതുപോലെ തന്നെ ഫോൺ സംഭാഷണങ്ങള് പൊളൈറ്റ് ആവുക, അതായത് വിനയത്തോടു കൂടി തന്നെ സംസാരിക്കുക, മര്യാദയോടുകൂടി സംസാരിക്കുക. എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോൺ മാനർ കീപ്പ് ചെയ്യുക. ഓക്കെ, എപ്പോഴും ഒരേ രീതിയിൽ എന്ത് ചെയ്യുക, സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ടോൺ എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കണം റിസപ്ഷനിസ്റ്റിന്റെ കേട്ടോ. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. അതായത് അത്യാവശ്യമെങ്കിൽ കോളുകൾ കൈമാറ്റം ചെയ്യുക. കൈമാറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും ആ ഒരു കാര്യം കേട്ടോ. അപ്പൊ നിങ്ങള് ഒരു ഹോസ്പിറ്റലില് ഒരു ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് വിളിക്കുകയാണെങ്കിൽ ആ ഫോൺ കോൾ നേരെ ചെല്ലുന്നത് റിസപ്ഷൻ ഏരിയയിലായിരിക്കും അല്ലെ. റിസപ്ഷൻ ഏരിയയിൽ നിന്ന് അവര് നമ്മൾക്ക് ഒരു മറുപടി തരും. ഞാൻ ഈ കോൾ ഒന്ന് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യട്ടെ എന്നായിരിക്കും അവർ പറയുന്നത്. അതാ ചെയ്യുന്നത് കേട്ടോ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോൺ കോൾസ് എന്ത് ചെയ്ത് കൊടുക്കുന്നു, കണക്ട് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ലേ? നിങ്ങള് ഡോക്ടറെ അല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വിളിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, മറ്റു ഡിപ്പാർട്ട്മെന്റിൽ കണക്ട് ചെയ്യും. ആ കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക സൗണ്ട് കേൾക്കാം അല്ലെ ഫോണില്, ഇല്ലേ? ഓക്കെ. Then next one, collect copies and payments. Payments എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പേയ്മെന്റ്സ് എന്താ? ഫീ ആണ് അല്ലെ. ബില്ലാണ്, ഫീ ആണ്, ക്യാഷ് ആണ് അല്ലെ. ക്യാഷ് അല്ലെങ്കിൽ ജിപേ ആകാം അല്ലെ, അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ആകാം. ഇതിനൊക്കെയാണ് നമ്മൾ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പീസ് എന്താ ഉദ്ദേശിക്കുന്നത്? ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് കമന്റ് ചെയ്ത് അറിയാവുന്നവരുണ്ടെങ്കിൽ. കോപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കോപ്പീസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലെയിം ആണ് കേട്ടോ, ഇൻഷുറൻസിൽ വരുന്നതാണ് കോപ്പീസ് എന്ന് പറയുന്നത്. സാധാരണ ഒരു ഇൻഷുറൻസ് കമ്പനി എങ്ങനെയാ ചെയ്യുന്നത്? അതായത് രോഗി ഇൻഷുറൻസ് ഇതില് ജോയിൻ ആണെങ്കിൽ, അയാൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ രോഗിയുടെ മൊത്തം തുക എന്ത് ചെയ്യും, ഇൻഷുറൻസ് കമ്പനിയാണ് എന്ത് ചെയ്യുക, അടയ്ക്കുക അല്ലെ. എന്നാൽ കോപ്പേ ക്ലെയിംസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ 100 രൂപയാണ് രോഗിക്ക് ട്രീറ്റ്മെന്റിനായിട്ട് ആവശ്യമായതെങ്കിൽ, രോഗിക്ക് ഹോസ്പിറ്റൽ ബില്ലായതെങ്കിൽ 80 രൂപ ഇൻഷുറൻസ് കമ്പനി അടയ്ക്കും. ബാക്കി 20 രൂപ നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് എന്ത് ചെയ്യണം, അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതിനെയാണ് എന്ത് പറയാ, കോപ്പേ ക്ലെയിംസ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കോപ്പീസ് കളക്ട് ചെയ്യുന്നതും പേയ്മെന്റ് കളക്ട് ചെയ്യുന്നതും ഒക്കെ ആര് തന്നെയാ? മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ് കേട്ടോ. കോപ്പീസ് എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആയോ? കോപ്പീസ് എന്താണ്? 80 രൂപ അവരടയ്ക്കുന്നു, 20 രൂപ നമ്മൾ അടയ്ക്കുന്നു. അതിപ്പോ 100 രൂപ ഒന്നുമല്ല കേട്ടോ, പല അമൗണ്ടിൽ വരാം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. 1 ലക്ഷം രൂപയാണെങ്കിലോ, 1 ലക്ഷം രൂപയാണെങ്കിൽ എത്ര എമൗണ്ട് അവരടയ്ക്കും, എത്ര എമൗണ്ട് നമ്മൾ എടുക്കണം? ഒന്ന് കമന്റ് ചെയ്തേ. 80,000 രൂപ അവരടയ്ക്കും, 20,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോ ഇൻഷുറൻസ് ചേരാത്ത ആളുകളാണെങ്കിൽ, ഇനി ചേരാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുടെ അതായത് പേപ്പർ, അതായത് ആ ഒരു ഫയല് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫോം തരുമല്ലോ, ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ടാവും ഇതൊരു കോപ്പേ ക്ലെയിം ആണെന്ന് കേട്ടോ.
കോർപ്പറേറ്റ് ക്ലെയിം ആണെങ്കിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്യാം, ക്ലെയിം അനുവദിക്കുക കേട്ടോ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ഥിതി വിവര കണക്കുകളാണ് അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ക്യാഷ് കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഡ്യൂട്ടി തീരുന്നതിന് മുമ്പ് ആ ഒരു റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്യണം, ക്യാഷ് മുഴുവനും കാൽക്കുലേറ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ അത് ഡെപ്പോസിറ്റ് മെഷീനിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അനദർ പേഴ്സൺ എന്ത് ചെയ്യാം, ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പോ ഈ ഒരു പോകുന്നതിന് മുമ്പായിട്ട്, ഡ്യൂട്ടി അവസാനിച്ച് പോകുന്നതിന് മുമ്പായിട്ട് മൊത്തം തുക എന്ത് ചെയ്യണം, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റിപ്പോർട്ട് കൊടുക്കണം. അതിനെയാണ് എന്ത് പറയുന്നത്, റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് റിക്വയർഡ് എന്ന് കേട്ടോ. Then next point, schedule hospital admission, test and outside appointments for patient scans കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിഷനെ ഷെഡ്യൂൾ ചെയ്യുന്നു, ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്യുന്നു, സ്കാനുകൾ ഉണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്യുന്നു. ദെൻ പുറത്തുനിന്നുള്ള പുറത്തുനിന്നുള്ള ഡോക്ടേഴ്സ് രോഗികളെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഷെഡ്യൂൾ ചെയ്യുന്നത് ആരാണ്, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. Okay, then the next point, obtain external medical reports as required by medical professionals. ഇനി ചില ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, നിലവിൽ അവര് കൺസൾട്ടേഷൻ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ ചില ഫെസിലിറ്റീസ് ലഭ്യമല്ലെങ്കിൽ പുറത്തുള്ള ഫെസിലിറ്റീസില് രോഗികൾ എന്ത് ചെയ്യാറുണ്ട്, ടെസ്റ്റ് ചെയ്യിക്കാറുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CT സ്കാന്റെ സൗകര്യം ഒരു ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിൽ സാധാരണ എന്ത് ചെയ്യും, ഡോക്ടേഴ്സ് പുറത്തേക്ക് എന്ത് ചെയ്യും, CT സ്കാൻ ചെയ്യാനായിട്ട് എഴുതി കൊടുത്തായിരിക്കും അല്ലെ. അപ്പോ അവിടെ നിന്ന് റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുകയും അത് ഡോക്ടറിന് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്നു. ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഇത് നേരിട്ട് പോയിട്ടല്ലല്ലോ കളക്ട് ചെയ്യുന്നത്, അങ്ങനെയല്ല കേട്ടോ കളക്ട് ചെയ്യുന്നത്, മറിച്ച് പേഷ്യന്റ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവരുടെ കയ്യിലായിരിക്കും കൊടുക്കുന്നത്. ഇവര് ഡോക്ടറെ കാണാനായിട്ട് കയറുമ്പോൾ ഇതെന്ത് ചെയ്യും, ഡോക്ടർക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അത് ചെയ്യുന്നതും മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് റെസ്പോണ്ട് ആൻഡ് കംപ്ലീറ്റ് ടു റിക്വസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ. ഓക്കെ, അതായത് എന്തെങ്കിലും അഭ്യർത്ഥനകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവുകളോ ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. ആളുകൾ എന്തെങ്കിലും ഇൻഫോർമേഷനോ അല്ലെങ്കിൽ റിക്വസ്റ്റുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനടി പ്രതികരണം നടത്തുന്നത്, അതായത് റെസ്പോണ്ട് കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ, ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് കോസ്റ്റ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ കളക്ട് കോപ്പീസ് ആൻഡ് പേയ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ പറയാൻ പോകുന്ന ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ് ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന് കമന്റ് ചെയ്ത് ആരെങ്കിലും എന്താണ് അവിടെ പറയുന്നത്. ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ, എന്തിനാ ഉദ്ദേശിക്കുന്നത് അവിടെ, എന്തിനെ പറ്റിയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് കോസ്റ്റ്, ഫോണല്ല കേട്ടോ, ഫോണല്ല ജിൻസി ഷിജി, ഫോണല്ല കേട്ടോ മോളെ. പിന്നെ എന്തായിരിക്കാം, ഫോൺ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും, ഇതിനെ കുറിച്ചായിരിക്കും അവിടെ പറയുന്നത്. ഇമെയിൽ കേട്ടോ, മെയിൽസ്. നിബിതാവിനോ മെയിൽസ്, ഇമെയിലുകളെയാണെന്ന് പറയുന്നത് ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇങ്ങോട്ട് വരുന്ന നമുക്ക്, അതായത് ഇൻബോക്സിൽ വരുന്ന ഇമെയിൽസ് ചെക്ക് ചെയ്യുക, ദെൻ ആ മെസ്സേജുകൾക്ക് റിപ്ലൈ കൊടുക്കാം. ഓക്കെ, മെസ്സേജുകൾ ഇമെയിലുകൾക്ക് മറുപടി സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് പോയിന്റ്, കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. മറ്റേതെങ്കിലും ഡ്യൂട്ടീസ് ഈ ഒരു റിസപ്ഷനിസ്റ്റിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ദെൻ മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs
പ്ലേസിംഗ് ഓർഡേഴ്സ് ആൻഡ് മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്. ഓക്കെ, അതായത് സ്റ്റോക്ക് ഫോമുകൾ മെയിൻറ്റെയിൻ ചെയ്യുക, മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ അതായത് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഫ്രണ്ട് ഓഫീസിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എത്ര സാധനങ്ങളാണ് വന്നത്, എത്ര സപ്ലൈസ് അവിടെ നടന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി ഓരോ ഉപകരണങ്ങളും അതത് സ്ഥാനത്താണോ ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. അത് മോണിറ്റർ ചെയ്യുക, അതായത് ഓഫീസ് എക്യുപ്മെന്റുകളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, പ്രവർത്തിക്കുന്നുണ്ടോ, ഇനി കേടോ ഡാമേജ് ആയതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആര്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, എൻഷുവർ ദാറ്റ് റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റെയിൻ, നീറ്റ് ആൻഡ് ക്ലീൻ. അതുകൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്, റിസപ്ഷൻ ഏരിയ വൃത്തിയുള്ളതാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ആരാണ്? റിസപ്ഷനിസ്റ്റ് ആണ്. ഇനി അവിടെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നതെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? അതായത് ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫിനെ വിളിച്ച് ക്ലീൻ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. ലാസ്റ്റ് പോയിന്റ്, safeguard patient privacy and confidentiality. Protect patient confidentiality, making sure that protected health information is secured by not leaving PHI in plain sight and logging off the computer before leaving it unattended. എന്താ പറയുന്നേ? അതായത് രോഗിയുടെ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും സംരക്ഷിക്കുക, രോഗിയുടെ രഹസ്യ സ്വഭാവം സംരക്ഷിക്കുക. അതായത് ഒരിക്കലും പേഷ്യന്റ് റെക്കോർഡ്, അതായത് പേഷ്യന്റ് ഫയൽ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി വന്ന് ആക്സസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. വളരെ സെക്യൂർ ആയിട്ട് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പേഷ്യന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്ത് കളക്ട് ചെയ്ത് വെക്കുന്നത്, അല്ലെ? അപ്പോ ഈ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് സേഫ് ഗാർഡ് ചെയ്ത് വെക്കുന്നത്. PHI എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷനെയാണ് PHI എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ, അതായത് സോഫ്റ്റ്വെയറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പേഷ്യന്റ് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യന്റ് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി, അതായത് അയാളുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഡോക്ടറുടെ റൂമിലേക്ക് അയാൾ അയക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ മറ്റൊരാള് വരികയാണ്, അതിന്റെ ഇടയ്ക്ക് മറ്റൊരാൾ ഇതുപോലെ തന്നെ കാണാനായിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് റിസപ്ഷനിൽ ഇരിക്കുന്ന ആ ഒരു വ്യക്തി, അതായത് ഈ ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി പെട്ടെന്ന് എണീറ്റ് പോകുമ്പോൾ ആ ഒരു പേഷ്യന്റ് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം, ലോഗ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എണീറ്റ് പോകുമ്പോൾ എന്ത് ചെയ്യരുത്, ലോഗ് ഔട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം മറ്റൊരു വ്യക്തി വന്ന് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ആക്സസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അപ്പോ സോഫ്റ്റ്വെയറിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലോഗ് ഔട്ട് ചെയ്തിട്ട് വേണം ചെയറിൽ നിന്ന് എണീറ്റ് പോവാനായിട്ട് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇമ്പോർട്ടന്റ് പോയിന്റ് ഞാൻ പറയാം, ലാസ്റ്റ് ഒന്നും കൂടി പറയാം കേട്ടോ. ഓക്കെ, ഇത് കണ്ടിന്യൂസ്, അതായത് തുടർച്ച തന്നെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറെ കാര്യങ്ങൾ ഗ്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് ചെയ്യുക, ഇത് ചെയ്യുക, കുറച്ച് ബോറിംഗ് ആണ്, എന്നാൽ നമുക്കത് തീർക്കാം. നെക്സ്റ്റ് വൺ സ്കിൽസ് ആണ് കേട്ടോ. സ്കിൽസ് എന്ന് പറഞ്ഞ സ്കിൽസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സബ് പോയിന്റുകളല്ല ഞാൻ പറയുന്നത്, സ്കിൽസിൽ വരുന്ന ചില കാര്യങ്ങൾ മാത്രം. ഓക്കെ, ഒരു എന്തൊക്കെയാണ് റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കേണ്ട കഴിവുകൾ? കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ തുടങ്ങി നിങ്ങൾക്ക് നോട്ടായിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതിനകത്ത് തന്നെ പറയുന്നതാണിത്. ഒന്ന്, ടെലിഫോൺ എറ്റിക്വേറ്റ്, ഫോൺ മര്യാദ ഉണ്ടായിരിക്കുക. 2, കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കുക, കസ്റ്റമറിനോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയാം. അതുപോലെ തന്നെ ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാം, ഒരു കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം. അതിനകത്ത് ബേസിക് MS വേർഡ് അറിഞ്ഞിരിക്കണം, MS എക്സൽ അറിഞ്ഞിരിക്കണം, MS പവർ പോയിന്റ് കൈകാര്യം ചെയ്യാനായിട്ട് അറിയുന്ന ആളുകളായിരിക്കണം ബേസിക് ആയിട്ട് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മാനേജ്മെന്റ് ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കണം, മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം, ഒരു പല കാര്യങ്ങള് ഒരു സമയത്ത് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിച്ചിരിക്കണം. ദെൻ ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം, ഷെഡ്യൂളിംഗ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് സ്കിൽസിൽ വരുന്നത്. ഇനി അതിന്റെ താഴെയായിട്ട് ചില സബ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്നത് ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ. ഒരാളെ എഫക്റ്റീവായിട്ട് കേൾക്കാൻ കഴിയണം,
ദെൻ ക്ലിയർ ആയിട്ട് റെസ്പോണ്ട് കൊടുക്കാനായിട്ട് പറ്റണം. അതിന് രണ്ടാമത്തേത് ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. അതായത് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ കഴിയണം, അത് ഓർഗനൈസ് ചെയ്യാൻ കഴിയണം, മോണിറ്റർ ചെയ്യണം, എഫിഷ്യന്റ് ആയിട്ടായിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, ഏബിൾ ടു മൾട്ടി ടാസ്ക്, അതായത് മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ട് കഴിവുള്ള ആളായിരിക്കണം. പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്, ആദ്യം തീർക്കേണ്ട ജോലികൾ ആദ്യം ചെയ്ത് തീർക്കണം. പ്രയോറിറ്റൈസ് ചെയ്യണം, ജോലിയിൽ പ്രയോറിറ്റി വേണം. ചെയ്യുന്ന ജോലികളിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ദെൻ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാല് എല്ലാ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ പറയുന്നുണ്ടല്ലോ, ഏബിൾ ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി വർക്ക് ത്രൂ കൺസേൺ ഫോർ ഓൾ ഏരിയാസ് ഇൻവോൾവ്ഡ്. എല്ലാ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ മികച്ച രീതിയിലൊരു എന്താ പറയാ ജോലി, അതായത് നല്ല രീതിയിലുള്ള ഒരു ജോലി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഓഫ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് കസ്റ്റമർ സർവീസ് സ്കിൽസ്, ഏബിൾ ടു ഡെവലപ്പ് ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഫോക്കസിംഗ് ഓൺ അച്ചീവിംഗ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കസ്റ്റമറുമായിട്ട് എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പ് സ്ഥാപിക്കുക. നെക്സ്റ്റ് വൺ അഡാപ്റ്റബിലിറ്റി, able to adjust approach to meet changing demands and the situation that includes in dealing with the diverse people. അതായത് പല ആളുകളുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, പല ഇമോഷൻസുമായിട്ട് വരുന്ന രോഗികളുമായിട്ടാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇന്ററാക്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെയും അവരുടെ ചേഞ്ചിങ് ഡിമാൻഡ്സ് വ്യത്യസ്തമായിരിക്കാം, അതുപോലെ തന്നെ സിറ്റുവേഷൻ വ്യത്യസ്തമായിരിക്കാം. ഇതൊക്കെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് വേണം അവരോട് പ്രതികരിക്കാനായിട്ട്. ഓക്കെ, the last one confidentiality, able to maintain confidentiality and adhere to ethical standards. അതായത് രോഗിയുടെ കാര്യങ്ങളൊക്കെ എന്താണ്, വളരെ പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിക്കണം. ഇനി രോഗിക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങളിൽ ധാർമ്മികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കണം. ഓക്കെ, adhere to ethical standards എന്ന് പറഞ്ഞാല് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെയാണ്, അത് പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഇത്രയുമാണ് സ്കിൽസിൽ സബ് പോയിന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസ് ഇൻക്ലൂഡ്. ഇനി ഏറ്റവും എന്താ പറയാ ക്രിട്ടിക്കൽ സ്കിൽ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ടെലിഫോൺ എറ്റിക്യൂറ്റി ആണ്. ഒരു റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച് ടെലിഫോൺ മര്യാദകളാണ് എന്ത് വരുന്നത്, ക്രിട്ടിക്കൽ സ്കില്ലായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് നോക്കാം എന്താ പറയുന്നതെന്ന്. When a patient calls in, the way in which the front desk personnel handle the telephone call determine how the facility is perceived. The medical office receptionist must be a good listener and maintain confidentiality besides having good phone manners. അതായത് ഒരു പേഷ്യന്റ് റിസപ്ഷനിസ്റ്റിനെ കോൾ ചെയ്യുമ്പോൾ ആ റിസപ്ഷനിസ്റ്റ് എങ്ങനെയാണോ ആ ഒരു പേഷ്യന്റിനോട് സംസാരിക്കുന്നത്, അല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് സംസാരിക്കുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും ഹോസ്പിറ്റലിന്റെ വാല്യൂ, അതായത് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി എത്ര തരത്തിലുള്ളതാണെന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ, അത് സത്യമാണ്, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോ ഞാൻ റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരാളിനെ വിളിക്കുമ്പോൾ എന്നോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ നല്ല രീതിയിൽ അയാളോട് പെരുമാറുന്നത് അതനുസരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ, അതുപോലെ തന്നെ ദ മെഡിക്കൽ ഓഫീസ് റിസപ്ഷനിസ്റ്റ് മസ്റ്റ് ബി എ ഗുഡ് ലിസണർ. അതായത് ഈ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറയാൻ നല്ലൊരു കേൾവിക്കാരനായിരിക്കണം, കൂടാതെ രോഗിയുടെ പ്രൈവസി കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരിക്കണം, അതുപോലെ തന്നെ ഗുഡ് മാനേഴ്സ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഡൂസ് ഓർ ഡോൺസിലേക്ക് പോകാം. എന്തൊക്കെയാണ്
ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഈസ് സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. ഓക്കെ, അതായത് പുഞ്ചിരിക്കുക, പേഷ്യന്റ് വരുമ്പോൾ ചിരിക്കുക, അവരോട് ഹാപ്പി ആയിട്ട് സംസാരിക്കുക. രണ്ടാമത്തത് സ്പീക്ക് ക്ലിയർലി, വളരെ വ്യക്തതയോടുകൂടി എന്ത് ചെയ്യുക, സംസാരിക്കുക. മൂന്നാമത്തേത് മേക്ക് ദം വെൽക്കം, അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വെൽക്കം ചെയ്യുക. ദെൻ ഡോൺസ്, എന്താണ് ചെയ്യരുതാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസ്ട്രാക്ട്, അതായത് അവരെ എപ്പോഴും നമ്മൾ അറ്റൻഷൻ കൊടുക്കണം അല്ലെ, ഒരിക്കലും അവരെ ശ്രദ്ധിക്കാതിരിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. ദെൻ ഷൗട്ട് ഓർ വിസ്പർ, എന്ന് വെച്ചാല് രോഗി എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ചോദിക്കുന്ന ചോദ്യം. അപ്പൊ നമ്മൾ എന്തെങ്കിലും പെറുപെറുക്കുകയോ അല്ലെങ്കിൽ മന്ത്രിക്കുകയോ ഒക്കെ ചെയ്യും. അതിനെയാണ് എന്ത് പറയാ, ഷൗട്ട് ഓർ വിസ്പർ എന്ന് പറയാ കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ പുലമ്പുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന്, അതായത് രോഗി കേൾക്കാത്ത തന്നെ ഓരോ കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അയാളെ കുറ്റപ്പെടുത്തുന്നത്. അതാണ് ഷൗട്ട് ഓർ വിസ്പർ. ദെൻ ലാസ്റ്റ് പോയിന്റ് ഹോൾഡ് ഫോർ ടു ലോങ്, അതായത് കുറെ അധികം രോഗികൾ എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്, ഡോൺസിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഈ ഡൂസും ഡോൺസും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്തിടുക, വലിയൊരു ടിക്ക് ഇടുക അതിന് നേരെ കേട്ടോ. ഡൂസും പഠിക്കുക, ഡോൺസും പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടോ. ഞാൻ മൈക്ക് ഓൺ ചെയ്യാണ്, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മിസ്, ഹോൾഡ് ഫോർ ടു ലോങ് എന്ന് പറഞ്ഞാൽ രോഗികളെ കുറെ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാനാണോ അതോ കുറെ അധികം രോഗികളെ വെയിറ്റ് ചെയ്യിപ്പിക്കാനാണോ? കുറെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. കുറെ അധികം നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു 2 or 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ തരാം. ദെൻ ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് തരാനുണ്ട് കേട്ടോ. ഒരു കോർട്ടസിയും അഭിനയം എങ്ങനെയൊക്കെയാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് അത് ബിഹേവ് ചെയ്യേണ്ടത്, നമ്മളൊരു കുറച്ച് കാര്യങ്ങൾ ഷോർട്ട് നോട്ട് ആയിട്ട് തരാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് മോളെ, ആ ടേബിള് ലാസ്റ്റ് വൺ തുടങ്ങി പറയാം. ഡൂസും ഡോൺസും ഇമ്പോർട്ടന്റ് ആണ്. സ്കിൽസ് മാത്രം ഇമ്പോർട്ടന്റ് ആണ്. സബ് പോയിന്റ് വേണ്ട. സ്കിൽസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് ചോദ്യം വരാം. ഓക്കെ. ദെൻ ഡീൽ വിത്ത് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് കോസ്റ്റ് എന്താണെന്ന് ചോദിക്കാം. കളക്ട് കോപ്പേസ് ആൻഡ് പേയ്മെന്റ്സ്, കോപ്പയുടെ പെർസെന്റേജ് എത്രയാണെന്ന് ചോദിക്കാം. ദെൻ ട്രാൻസ്ഫർ കോൾസ് റിക്വേർഡ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ടൈമിംഗ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടൈമിംഗ് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സ്മോളർ ഓഫീസുകളിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ചെയ്യുന്നത്? ചാപ്റ്ററിന്റെ നെയിം എന്തോ മാഡം? ചാപ്റ്റർ 8 ആണ് കേട്ടോ. പഠിപ്പിച്ചതിന്റെ ബാലൻസ് ആണോ അതോ ഇപ്പൊ പുതിയ ചാപ്റ്റർ തുടങ്ങിയതോ? ഇല്ല, അത് ബാലൻസ് ആണ് കേട്ടോ. ചാപ്റ്റർ തീർന്നു. മെയിൻ ഗോൾ ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ ഗോള് 68% leave because of rude or discourteous service, important ആണ്. Then cash collection is very important. Then CRM software sample ചോദിക്കാം. പിക്ചർ കൊടുത്തിട്ട് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നെന്ന് ചോദിക്കാം കേട്ടോ. അതിനകത്ത് CRM സോഫ്റ്റ്വെയർ സാമ്പിൾ ഉണ്ടാവില്ല കേട്ടോ. വെറുതെ പടം മാത്രമായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. Then CRM സോഫ്റ്റ്വെയർ എന്താണ്, അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാം. അത്രയും കാര്യങ്ങൾ കേട്ടോ. അത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല, എല്ലാവർക്കും മനസ്സിലായോ? ബോറിംഗ് ആയിരുന്നല്ലോ കുറച്ച്. നമ്മൾ ചാപ്റ്റർ തീർന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മള് ലബോറട്ടറി സർവീസ് ആണ് എടുക്കുന്നത് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഷോർട്ട് നോട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ പുതിയ ചാപ്റ്റർ എടുക്കും, ലബോറട്ടറി. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക് യു മിസ്.
ലബോറട്ടറി ഉണ്ടോ? അയ്യോ. PDF ആണ് സെൻഡ് ചെയ്തത്. ലബോറട്ടറി എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് അറിയോ? അതെ മിസ്സിന്റെ ഇന്നത്തെ നോട്ട് ഒന്ന് ആരെങ്കിലും സെൻഡ് ചെയ്തായിരുന്നു PDF. റെഡ്വി എന്താണ് PDF എടുക്കാത്തത്? ഞങ്ങൾ നിന്നെ പോലെ PDF എടുത്തിട്ടല്ലേ പഠിക്കുന്നത്. നീ എന്തുകൊണ്ട് PDF എടുക്കുന്നില്ല? PDF എടുക്കാൻ എന്റെ ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ എങ്ങനെയില്ല?